ഹായ് ഡിയേഴ്സ്, നാം ഇന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ പാഠമാണ് പഠിച്ചെടുക്കാനായി പോകുന്നത്. ഗംഗാ സമതലത്തിലേക്ക്. ഇന്ത്യ എന്ന വിസ്മയം എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചത് A.L. ഭാഷാം. ഇന്ത്യ എന്ന വിസ്മയം എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചത് A.L. ഭാഷാം. ആര്യന്മാർ സംസാരിച്ചിരുന്ന ഭാഷയാണ് സംസ്കൃതം. സംസ്കൃതമാണ് ആര്യന്മാർ സംസാരിച്ചിരുന്ന ഭാഷ. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് ഋഗ്വേദം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് ഋഗ്വേദം. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയാണ് സരമ. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയാണ് സരമ. ഏകദേശം 3500 വർഷം മുൻപാണ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സപ്ത സൈന്ധവ പ്രദേശത്ത് എത്തിയത്. ഏകദേശം 3500 വർഷം മുൻപാണ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സപ്ത സൈന്ധവ പ്രദേശത്ത് എത്തിയത്. കുതിരകളും കുതിരകളെ പൂട്ടിയ രഥങ്ങളുമായിരുന്നു അവിടെ എത്തിച്ചേരാനുള്ള അവരുടെ സഞ്ചാരം എളുപ്പമാക്കി തീർത്തത്. കുതിരകളും കുതിരകളെ പൂട്ടിയ രഥങ്ങളുമായിരുന്നു അവിടെ എത്തിച്ചേരാനുള്ള അവരുടെ സഞ്ചാരം എളുപ്പമുള്ളതാക്കി തീർത്തത്. ഋഗ്വേദത്തിൽ നിന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ജനജീവിതത്തെയും ആര്യന്മാരെയും പറ്റി മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ ജീവിച്ചിരുന്ന ജനജീവിതത്തെയും ആര്യന്മാരെയും പറ്റി മനസ്സിലാക്കാൻ പറ്റിയത് ഋഗ്വേദത്തിൽ നിന്നാണ്. നോട്ട് ചെയ്യാം. ആര്യന്മാർ ഗോത്രങ്ങളായാണ് ജീവിച്ചിരുന്നത്. ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ചേർന്നതായിരുന്നു. ഗോത്രത്തിലെ മുതിർന്ന അംഗമായിരുന്നു ഗോത്രത്തലവൻ. ആര്യന്മാർ ഗോത്രങ്ങളായാണ് ജീവിച്ചിരുന്നത്. ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ചേർന്നതായിരുന്നു. ഗോത്രത്തിലെ മുതിർന്ന അംഗമായിരുന്നു ഗോത്രത്തലവൻ. ആര്യന്മാരുടെ ഗോത്രത്തലവന്മാരെ സഹായിക്കാനുണ്ടായിരുന്ന ഗോത്രസഭകളാണ് വിധാത, സഭ, സമിതി എന്നിവ. ആര്യന്മാരുടെ ഗോത്രത്തലവന്മാരെ സഹായിക്കാനുണ്ടായിരുന്ന ഗോത്രസഭകളാണ് വിധാത, സഭ, സമിതി എന്നിവ. ആര്യന്മാരുടെ പ്രധാന തൊഴിലാണ് കന്നുകാലി വളർത്തലും കൃഷിയും. കന്നുകാലികൾക്കും മേച്ചിൻപുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെട്ടത് ഗവിഷ്ഠി എന്ന പേരിലാണ്. ആര്യന്മാരുടെ പ്രധാന ദൈവമാണ് ഇന്ദ്രൻ. ആര്യന്മാരുടെ പ്രധാന ദൈവം ഇന്ദ്രനാണ്. അഗ്നി, വരുണൻ, മരുത്, സൂര്യൻ എന്നീ ദൈവങ്ങളെയും ആരാധിച്ചിരുന്നു. ഇന്ദ്രനെ കൂടാതെ അഗ്നി, വരുണൻ, മരുത്, സൂര്യൻ എന്നീ ദൈവങ്ങളെയും ആരാധിച്ചിരുന്നു. സിന്ധു നദിയെയും അതിന്റെ 5 പോഷക നദികളെയും സരസ്വതി നദിയെയും ചേർത്ത് വിളിക്കുന്നത് സപ്ത സൈന്ധവം എന്ന പേരിലാണ്. സിന്ധു നദിയെയും അതിന്റെ 5 പോഷക നദികളെയും സരസ്വതി നദിയെയും ചേർത്ത് വിളിക്കുന്നത് സപ്ത സൈന്ധവം എന്നാണ്. സിന്ധുവിന്റെ പോഷക നദികളാണ് ജലം, രവി, ബിയാസ്, സത്ലജ്, ചിനാബ് എന്നിവ. സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം, രവി, ബിയാസ്, സത്ലജ്, ചിനാബ് എന്നിവ. ഋഗ്വേദകാലത്ത് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. ഋഗ്വേദകാലത്ത് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. സപ്ത സൈന്ധവ പ്രദേശത്ത് നിന്നും ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത് BC 1000 മുതലാണ്. BC 1000 മുതലാണ് സപ്ത സൈന്ധവ പ്രദേശത്തു നിന്നും ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത്. BC 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചുള്ള അറിവ് ലഭിച്ചത് പിൽക്കാല വേദങ്ങളിൽ നിന്നാണ്. പിൽക്കാല വേദങ്ങൾ നമുക്ക് നോക്കാം. അഥർവവേദം, സാമവേദം, യജുർവേദം എന്നിവയാണ് പിൽക്കാല വേദങ്ങൾ. വേദകാലഘട്ടം ആരംഭിക്കുന്നത് 1500 മുതൽ 600 BC വരെയാണ്. ഋഗ്വേദ കാലഘട്ടം 1500 മുതൽ 1000 BC വരെയും പിൽക്കാല വേദ കാലഘട്ടം 1000 മുതൽ 600 BC വരെയുമാണ്. ആര്യന്മാർ ആയുധം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹമാണ് ഇരുമ്പ്. ആര്യന്മാർ ആയുധം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ഇരുമ്പാണ്. ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശിലെ അത്രാഞ്ചിഗേഡ, രാജസ്ഥാനിലെ ജോധ്പുര,
ഹരിയാനയിലെ ഭഗവൻപുര എന്നിവ. ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശിലെ അത്രാഞ്ചിഗേഡ, രാജസ്ഥാനിലെ ജോധ്പുര, ഹരിയാനയിലെ ഭഗവൻപുര എന്നിവ. ആര്യന്മാരുടെ ഇരുമ്പിന്റെ ഉപയോഗം കൃഷിയിലേക്കും കൃഷിയുടെ വ്യാപനം സ്ഥിരതാമസത്തിലേക്കും ഇടയാക്കി. അങ്ങനെ നാടോടികളായ ആര്യന്മാർ സ്ഥിരതാമസമാക്കിയ സ്ഥലങ്ങൾ അറിയപ്പെട്ടിരുന്നത് ജനപദം എന്ന പേരിലാണ്. ആര്യന്മാരുടെ ഇരുമ്പിന്റെ ഉപയോഗം കൃഷിയിലേക്കും കൃഷിയുടെ വ്യാപനം സ്ഥിരതാമസത്തിലേക്കും ഇടയാക്കി. അങ്ങനെ നാടോടികളായ ആര്യന്മാർ സ്ഥിരതാമസമാക്കിയ സ്ഥലങ്ങൾ അറിയപ്പെട്ടത് ജനപദങ്ങൾ എന്നാണ്. ഗോത്രതലവൻ രാജാവായി മാറുകയും ചെയ്തു. ഈ ജനപദത്തിലാണ് ഗോത്രതലവന്മാർ പിന്നീട് രാജാവായി മാറിയിട്ടുണ്ട്. കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ രാജാവിന് ഉൽപാദനത്തിന്റെ ഒരു പങ്ക് നികുതിയായി നൽകണം. ഈ രീതി അറിയപ്പെട്ടത് ബലി ഭാഗ എന്ന പേരിലാണ്. കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ രാജാവിന് ഉൽപാദനത്തിന്റെ ഒരു പങ്ക് നികുതിയായി നൽകണം. ഈ രീതി അറിയപ്പെട്ടിരുന്നത് ബലി ഭാഗ എന്ന പേരിലാണ്. ഗംഗാ സമതലത്തിലെ ആര്യന്മാർ സമൂഹത്തിന്റെ 4 തട്ടുകളിലായി മാറ്റപ്പെട്ടു. അവയാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതിൽ ബ്രാഹ്മണർ വിഭാഗത്തിൽപ്പെട്ടവർ പുരോഹിതന്മാരാണ്. ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവർ ഭരണാധികാരികളും സേനാനികളും ആയിരുന്നു. വൈശ്യരായിരുന്നു കൃഷി, കാലിവളർത്തൽ, കച്ചവടം എന്നിവ മേൽനോട്ടം വഹിച്ചിരുന്നവരാണ് വൈശ്യർ. ദാസ്യവൃത്തി ചെയ്തിരുന്നവരാണ് ശൂദ്രർ. ഗംഗാ സമതലത്തിൽ താമസം തുടങ്ങിയ ശേഷം ആര്യന്മാരുടെ പ്രധാന ദൈവമായി മാറിയത് പ്രജാപതി, വിഷ്ണു എന്നിവരാണ്. നോട്ട് ചെയ്യുക, ഗംഗാ സമതലത്തിൽ താമസം തുടങ്ങിയ ശേഷം ആര്യന്മാരുടെ പ്രധാന ദൈവമായി മാറിയത് ആരാണ്? പ്രജാപതി, വിഷ്ണു എന്നിവരാണ്. ഇതോടെ പ്രധാന ദൈവങ്ങളായിരുന്ന ഇന്ദ്രനും അഗ്നിക്കും ഉണ്ടായിരുന്ന പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഗംഗാ സമതലത്തിലെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായി നിരവധി ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വന്നു. ഇത്തരം ചിന്താഗതികൾ പിന്തുടർന്നവർ അറിയപ്പെട്ടത് ശ്രമണർ എന്ന പേരിലാണ്. നോട്ട് ചെയ്യുക, ഗംഗാ സമതലത്തിലെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരായി നിരവധി ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വന്നു. ഇത്തരം ചിന്താഗതികൾ പിന്തുടർന്നവരാണ് ശ്രമണർ. പുരാതന ഇന്ത്യയിലെ ചില സന്യാസ സമ്പ്രദായങ്ങളിലെ അലഞ്ഞു നടക്കുന്ന സന്യാസിമാരെ ആണ് ശ്രമണ എന്ന് വിളിച്ചിരുന്നത്. പുരാതന ഇന്ത്യയിലെ ചില സന്യാസ സമ്പ്രദായങ്ങളിലെ അലഞ്ഞു നടക്കുന്ന സന്യാസിമാരെയാണ് ശ്രമണ എന്ന് വിളിച്ചിരുന്നത്. ബുദ്ധ, ജൈന മതക്കാർ, അജീവകന്മാർ, ചാർവാകന്മാർ എന്നിവർ ശ്രമണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. ബുദ്ധ, ജൈന മതക്കാർ, അജീവകന്മാർ, ചാർവാകന്മാർ എന്നിവർ ശ്രമണ വിഭാഗത്തിൽ പെട്ടവരായിരുന്നു. ശ്രീബുദ്ധന്റെ ജീവിതം പറയുന്ന ഏഷ്യയുടെ പ്രകാശം എന്ന കൃതി രചിച്ചത് എഡ്വിൻ അർണോൾഡാണ്. ശ്രീബുദ്ധന്റെ ജീവിതം പറയുന്ന ഏഷ്യയുടെ പ്രകാശം എന്ന കൃതി രചിച്ചത് എഡ്വിൻ അർണോൾഡാണ്. ബുദ്ധമതം സ്ഥാപിച്ചത് നമുക്കറിയാം ശ്രീബുദ്ധനാണ്. എല്ലാ ജീവികളോടും കരുണ കാണിക്കണം അഥവാ അഹിംസ എന്ന തത്വമാണ് ബുദ്ധമതത്തിന്റെ പ്രധാന തത്വം. എല്ലാ ജീവികളോടും കരുണ കാണിക്കണം അഥവാ അഹിംസ എന്ന തത്വമാണ് ബുദ്ധമതത്തിന്റെ പ്രധാന തത്വം. ദൈവത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞത് ശ്രീബുദ്ധനാണ്. ദൈവത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം. ഈ വാക്കുകൾ ആരുടേതാണ്? ശ്രീബുദ്ധന്റേതാണ്. ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ത്രിപിടകങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലിയാണ്. പാലി ഭാഷയിലാണ് ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ത്രിപിടകങ്ങൾ രചിക്കപ്പെട്ടത്. ബുദ്ധമതത്തിലെ ത്രിപിടകങ്ങൾ വിനയപിടകം, സൂത്തപിടകം, അഭിധമ്മപിടകം എന്നിവയാണ്. ബുദ്ധമതത്തിലെ ത്രിപിടകങ്ങളാണ് വിനയപിടകം, സൂത്തപിടകം, അഭിധമ്മപിടകം. ബുദ്ധമത പ്രചാരത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ചൈത്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രങ്ങളെയാണ്. ബുദ്ധമത പ്രചാരത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട
ചൈത്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രങ്ങളാണ്. വിഹാരങ്ങൾ എന്നറിയപ്പെടുന്നത് സന്യാസി മഠങ്ങളെയാണ്. നോട്ട് ചെയ്യാം. വിഹാരങ്ങൾ എന്നറിയപ്പെടുന്നത് സന്യാസി മഠങ്ങളും ചൈത്യങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ക്ഷേത്രങ്ങളെയുമാണ്. ബാർഹുത് എന്ന പേരുള്ള ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ബാർഹുത് എന്ന പേരുള്ള ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെ പ്രാചീന സർവകലാശാലകളാണ് ബുദ്ധമത പഠനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കേന്ദ്രങ്ങളായി വർത്തിച്ചത്? നളന്ദ സർവകലാശാല, തക്ഷശില, വിക്രമശില എന്നീ പ്രാചീന സർവകലാശാലകളാണ് ബുദ്ധമത പഠനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കേന്ദ്രങ്ങളായി വർത്തിച്ചത്. നളന്ദ, തക്ഷശില, വിക്രമശില എന്നീ പ്രാചീന സർവകലാശാലകളാണ് ബുദ്ധമത പഠനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കേന്ദ്രങ്ങളായി വർത്തിച്ചത്. ബുദ്ധമതം വിഭജിക്കപ്പെട്ടതോടെ ഉണ്ടായ 2 ശാഖകളാണ് മഹായാനം, ഹീനയാനം എന്നിവ. ബുദ്ധമതം വിഭജിക്കപ്പെട്ടതോടെ ഉണ്ടായ 2 ശാഖകളാണ് മഹായാനം, ഹീനയാനം എന്നിവ. ജൈനമതം സ്ഥാപിച്ചത് നമുക്കറിയാം വർദ്ധമാന മഹാവീരനാണ്. ജൈനമത സ്ഥാപകനാണ് വർദ്ധമാന മഹാവീരൻ. 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ. ജൈനമതത്തിൽ ആകെ 24 തീർത്ഥങ്കരന്മാർ ഉണ്ട്. ബുദ്ധന്റെ സമകാലികനായിരുന്നു മഹാവീരൻ. ജൈനമതത്തിലെ ത്രിരത്നങ്ങളാണ് ശരിയായ ജ്ഞാനം അഥവാ ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി എന്നിവ. ജൈനമതത്തിലെ ത്രിരത്നങ്ങളാണ് ശരിയായ ജ്ഞാനം അഥവാ ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി എന്നിവ. ഈ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ശരിയായ ജീവിതം എന്ന് ജനങ്ങളെ മഹാവീരൻ ഉപദേശിച്ചു. ജൈനമതവുമായി ബന്ധമുള്ള കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കൽ പ്രതിമയാണ് ശ്രാവണബൽ. ജൈനമതവുമായി ബന്ധമുള്ള കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കൽ പ്രതിമയാണ് ശ്രാവണബൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ. ശ്രാവണബൽഗോളയിലെ ഗോമതേശ്വര പ്രതിമയാണ് ജൈനമതവുമായി ബന്ധമുള്ള കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കൽ പ്രതിമ. ശ്രാവണബൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ. ജൈനമതം 2ആയി പിരിഞ്ഞപ്പോൾ ഉണ്ടായ ശാഖകളാണ് ശ്വേതംബരന്മാരും ദിഗംബരന്മാരും. ജൈനമതം 2ആയി പിരിഞ്ഞപ്പോൾ ഉണ്ടായ ശാഖകളാണ് ശ്വേതംബരന്മാരും ദിഗംബരന്മാരും. കൃഷിയുടെ വികാസത്തോടെ ജനങ്ങൾ അഥവാ ഗോത്രങ്ങൾ ഒരു നിശ്ചിത സ്ഥലത്ത് സ്ഥിരതാമസം തുടങ്ങി. ഇത്തരം സ്ഥലങ്ങളാണ് ജനപദം എന്ന് നാം പഠിച്ചിരുന്നു. ജനങ്ങൾ പാതയൂന്നിയ സ്ഥലം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ജനപദം എന്ന വാക്കിനർത്ഥം ജനങ്ങൾ പാദമൂന്നിയ സ്ഥലം എന്നാണ്. ഗോത്രങ്ങളുടെയും ഗോത്രത്തലവന്മാരുടെയും സ്ഥലം അറിയപ്പെട്ടത് ഗണസംഘം എന്നാണ്. ഗോത്രത്തലവന്മാരുടെയും സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഗണസംഘം എന്ന പേരിലാണ്. തുല്യ പദവിയുള്ള ഒരു പറ്റം നേതാക്കന്മാർ നയിച്ചിരുന്ന ഭരണ സംവിധാനമായിരുന്നു ഗണസംഘം. തുല്യ പദവിയുള്ള ഒരു പറ്റം നേതാക്കന്മാർ നയിച്ചിരുന്ന ഭരണ സംവിധാനം ഏതാണ്? ഗണസംഘമാണ്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളുടെ എണ്ണം 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധയാണ്. മഗധയുടെ ആദ്യകാല തലസ്ഥാനം രാജഗൃഹമാണ്. പിന്നീട് തലസ്ഥാനം പാടലീപുത്രത്തിലേക്ക് മാറ്റി. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളുടെ എണ്ണം 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധയാണ്. മഗധയുടെ ആദ്യ തലസ്ഥാനമാണ് രാജഗൃഹം. പിന്നീട് തലസ്ഥാനം പാടലീപുത്രത്തിലേക്ക് മാറ്റി. മഹാജനപദങ്ങളിൽ ചിലതിൽ രാജഭരണവും ചിലതിൽ ഗണസംഘഭരണവുമായിരുന്നു നിലനിന്നിരുന്നത്. നോട്ട് ചെയ്യുക. മഹാജനപദങ്ങളിൽ ചിലതിൽ രാജഭരണവും ചിലതിൽ ഗണസംഘഭരണവുമായിരുന്നു നിലനിന്നിരുന്നത്. ഹിമാലയ പർവ്വതത്തോട് ചേർന്ന് കിടന്ന പ്രദേശങ്ങളിൽ ഗണസംഘഭരണവും ഗംഗാ സമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിൽ രാജഭരണവുമായിരുന്നു നിലനിന്നിരുന്നത്.
നോട്ട് ചെയ്യുക. മഹാജനപദങ്ങളിൽ പകുതിയിൽ രാജഭരണവും ചിലതിൽ എന്തായിരുന്നു, ഗണസംഘ ഭരണവുമായിരുന്നു. അപ്പോൾ ഹിമാലയ പർവ്വതത്തോട് ചേർന്ന് കിടന്ന പ്രദേശങ്ങളിൽ ഗണസംഘ ഭരണവും ഗംഗാ സമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിൽ രാജഭരണവുമായിരുന്നു നിലനിന്നിരുന്നത്. ഗണസംഘങ്ങൾ നിലനിന്നിരുന്നത് ഏത് പർവ്വതത്തോട് അടുത്ത് കിടന്ന പ്രദേശങ്ങളിലാണ്? ഹിമാലയ പർവ്വതത്തോട് അടുത്ത് കിടന്ന പ്രദേശങ്ങളിലാണ് ഗണസംഘങ്ങൾ നിലനിന്നിരുന്നത്. മഗധ ഭരിച്ച പ്രധാന ഭരണാധികാരികളും രാജവംശങ്ങളുമാണ് ബിംബിസാരൻ ഹര്യങ്ക രാജവംശം, അജാതശത്രു ഹര്യങ്ക രാജവംശം, ശിശുനാഗനും കാലശോകനും ശിശുനാഗ രാജവംശമാണ്. മഹാപത്മനന്ദൻ നന്ദ രാജവംശം. മഗധ ഭരിച്ച പ്രധാന ഭരണാധികാരികളാണ് ബിംബിസാരൻ, അജാതശത്രു, ശിശുനാഗൻ, കാലശോകൻ, മഹാപത്മനന്ദൻ എന്നിവർ. ഇവരുടെ രാജവംശങ്ങളാണ് ബിംബിസാരൻ ഹര്യങ്ക രാജവംശവും അജാതശത്രു ഹര്യങ്ക രാജവംശം, ശിശുനാഗ രാജവംശം, കാലശോകൻ ശിശുനാഗ രാജവംശം, മഹാപത്മനന്ദൻ നന്ദ രാജവംശം. ബിംബിസാരനും അജാതശത്രുവും ഹര്യങ്ക രാജവംശമായിരുന്നു. ശിശുനാഗനും കാലശോകനും ശിശുനാഗ രാജവംശത്തിൽപ്പെട്ടവരാണ്. മഹാപത്മനന്ദൻ നന്ദ രാജവംശവുമായിരുന്നു. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ ഭരണാധികാരിയായിരുന്ന രാജ്യമാണ് പ്രാചീന ഗ്രീസിലെ മാസിഡോണിയ. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ ഭരണാധികാരിയായിരുന്ന രാജ്യമാണ് പ്രാചീന ഗ്രീസിലെ മാസിഡോണിയ. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത് BC 327 അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത് BC 327 അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുൻപ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം കീഴടക്കിയത് സൈറസ് ആണ്. അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുൻപ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം കീഴടക്കിയത് പേർഷ്യൻ ഭരണാധികാരിയായ സൈറസ് ആണ്. സൈറസിനു ശേഷം ഇന്ത്യ ആക്രമിച്ചത് സിന്ധ്, പഞ്ചാബ് പ്രദേശങ്ങൾ കീഴടക്കിയത് ഡാരിയസ് ഒന്നാമനാണ്. സൈറസിനു ശേഷം ഇന്ത്യ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് പ്രദേശങ്ങൾ കീഴടക്കിയത് ഡാരിയസ് ഒന്നാമനാണ്. നോട്ട് ചെയ്യാം. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത് BC 327 അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുൻപ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം കീഴടക്കിയത് പേർഷ്യൻ ഭരണാധികാരിയായ സൈറസ് ആണ്. സൈറസിനു ശേഷം ഇന്ത്യ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് പ്രദേശങ്ങൾ കീഴടക്കിയത് ഡാരിയസ് ഒന്നാമനാണ്. പേർഷ്യൻ ആക്രമണത്തിന്റെ ഫലമായി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ലിപിയാണ് ഖരോഷ്ഠി. പേർഷ്യൻ ആക്രമണത്തിന്റെ ഫലമായി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ലിപിയാണ് ഖരോഷ്ഠി. എട്ടാമത്തെ പാഠമായ ഗംഗാ സമതലത്തിലേക്ക് എന്ന ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഇത്രയും പോയിന്റ്സുകളാണ് പഠിച്ചെടുക്കാനുള്ളത്. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.